നാട്ടിലെ ഒരു നന്മയ്ക്ക് വേണ്ടി ഞങ്ങൾ പൈസ പോലും നോക്കാതെ ഒരു പുതിയ കട്ടിൽ മേടിച്ചിരിക്കുകയാണ്. നാട്ടിൽ വികസനങ്ങൾ ഉണ്ടാവട്ടെ, നാട്ടിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകണം. അത് പോട്ടെ, ആരാ കിടക്കണത്? പുരുഷനാണോ നടരാജനാണോ ആരാണ്? അല്ലെ പുരുഷന് പറ്റൂല. പുരുഷന് എന്ത് പ്രശ്നം? അവന് ലൂസ് മോഷൻ. ഓ, അതൊക്കെ ഈ നിമിഷമാണോ പറയണത്? ലൂസ് മോഷൻ ഉണ്ടാകാൻ സമയം വേണം. തോന്നുടേ ഞാൻ കിടന്നാൽ കൂടുതൽ നാട്ടിൽ കേസാകും. ഒന്നൊരു കാര്യം ചെയ്യും, നടരാജൻ കിടന്നു തിരിച്ചു പറ്റില്ല. ആള് മുത്തുലക്ഷ്മിന്റെ അനിയത്തിക്ക് വയറ്റ് പൊങ്കല്ല. പൊങ്കോലെ നെഞ്ചത്തിട. നേതാവ് എനിക്ക് അൾസറാണ്. വയറിൽ ഗ്യാസ് കയറി കഴിഞ്ഞാൽ എന്നെ മേപ്പോട്ട് എടുക്കേണ്ടി വരും. നമുക്ക് ക്യാൻസർ ഒന്നും അല്ലല്ലോ, അൾസറല്ലേ ഉള്ളൂ. എല്ലാം ഈ സമയത്ത് ഇങ്ങനെ തന്നെ കാണിച്ചോ? രണ്ടിത്രമാണ് ഈ കാണിക്കണത് കേട്ടോ. എന്താ ക്ലീറ്റോ ഒരു കൂടിയാലോചന ആളില്ലേ? അങ്ങനെ പുറത്തുനിന്ന് ആളെ കൂലിക്കെടുത്ത് സത്യാഗ്രഹം കിടത്തേണ്ട ഗതികേടൊന്നും DDT പാർട്ടിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. കരുത്തുറ്റ സാധ്യതകളെ കൊണ്ട് നിറഞ്ഞൊരു പ്രസ്ഥാനമാണ് DDT പ്രസ്ഥാനം. അതിന് ഉദാഹരണം എന്തിന് പുറത്തുനിന്ന് പറയുന്നു? ദേ നിൽക്കുന്നു ഞങ്ങളെ DDT പാർട്ടിയുടെ കരുത്തനായ സാരഥി റൊണാൾഡ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ റൊണാൾഡിന് അഭിവാദ്യങ്ങൾ. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ തന്റെ പ്രവർത്തന മികവ് കൊണ്ട് മേൽഘടകത്തിന്റെ ശ്രദ്ധ പിടിച്ചു പറ്റിയ കരുത്തുറ്റ ഒരു പോരാളിയാണ് ഈ നിൽക്കുന്ന റൊണാൾഡ്. എന്തിനേറെ പറയുന്നു, വരാൻ പോകുന്ന പഞ്ചായത്ത് ഇലക്ഷനിൽ ഈ വാർഡിലെ മെമ്പർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ പോലും ഈ റൊണാൾഡിനെ മേൽഘടകം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ എങ്ങനെയെങ്കിലും പോയി പറഞ്ഞ അവന്റെ സ്വാധീനിക്കും. റൊണാൾഡിന് അഭിവാദ്യങ്ങൾ. കാര്യം പറഞ്ഞ അവൻ ചിലപ്പോൾ ചെറിയ നീ അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ റൊണാൾഡിന് അഭിവാദ്യങ്ങൾ. കാര്യം പറയണ്ടോ? വാ, ഒരു കാര്യം പറയണ്ടോ? വാ, ഇങ്ങോട്ട് വാ, പറയട്ടെ കാര്യം. നീ പിടിക്കണ്ട, നിനക്ക് അൾസറല്ലേ? ആളെ നീ എനിക്കൊരു സഹായം ചെയ്യണോ? എന്ത് പോരാട്ടത്തിന് എനിക്കണോ? പറ. നീ ആരെയും ഇടിക്കൊന്നും വേണ്ട. നീ ഒരു 2-3 ദിവസം ഇവിടെ നിന്ന് ആഹാരം കിടന്നു. പതിനഞ്ച് മാല കിട്ടല്ലേ? ഒരു മുറിയത്തോട് ഓടിച്ചോണ്ട് നെഞ്ചത്ത് വെച്ചിടായിരുന്നു. എടാ, ഒരു കുഴപ്പം വരൂലെന്ന്. നിനക്ക് രാത്രി ആഹാരം കൊണ്ട് തരാം. ആരും കാണാതെ പട്ടച്ചനെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒരു പൊക്കി അടിച്ച് എന്നെ പൊറോട്ടയും ബീഫും ഒക്കെ വാങ്ങിച്ചു തരാം. നീ ഒന്ന് പറഞ്ഞില്ല, നീ ഒന്ന് വാ, എന്നെ സഹായിച്ചേ പറ്റൂ. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. റൊണാൾഡ് നേതാവിന് അഭിവാദ്യങ്ങൾ. എന്നെ പട്ടിണിക്ക് എടുത്ത് കൊല്ലാനുള്ള പരിപാടിയായിരുന്നു. ശരി. പ്രിയമുള്ളവരെ, ഈ സമരങ്ങൾക്കും അങ്ങനെ ഈ സത്യാഗ്രഹങ്ങൾക്കൊക്കെ ബംഗാളികളെ അന്യ സംസ്ഥാന തൊഴിലാളികളെയൊക്കെ വിളിക്കുന്ന ചില രാഷ്ട്രീയക്കാർ ഇവിടെ ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. പക്ഷേ DDT സംഘടനയ്ക്ക് അതിൻ്റെ ആവശ്യമില്ല. അണികളെ മുൻനിർത്തി പിന്നിൽ നിന്നും കാര്യം സാധിക്കുന്ന ചില നേതാക്കന്മാരുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തനാണ് മച്ചമ്പി കൂടിയായ എൻ്റെ ക്ലീറ്റോ നേതാവ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ഉദാഹരണത്തിന് ഇന്നിവിടെ ഈ നിരാഹാര സത്യാഗ്രഹത്തിന് ഞാൻ കിടക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ അണികളെല്ലാവരും കിടക്കാമെന്ന് പറഞ്ഞപ്പോൾ നിങ്ങളാരും വേണ്ട, ഞാൻ കിടന്നുകൊള്ളാമെന്ന് ഞങ്ങളുടെ നേതാവ് ശ്രീ ക്ലീറ്റോ നേതാവ് പറഞ്ഞിരിക്കുകയാണ്. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. ക്ലീറ്റോ നേതാവിന്റെ അഭിവാദ്യങ്ങൾ. ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൽ പോലും ഇതേപോലെ ഒരു നേതാവ് കാണത്തില്ല. വെടിയുണ്ടകളെ സ്വന്തം നെഞ്ചിലേറ്റി പുറകിൽ നിൽക്കുന്ന ഓരോ ജവാന്മാരെ രക്ഷപ്പെടുത്തുന്ന ഒരു കമാൻഡർ ഓഫീസർ പോലെയാണ് എനിക്ക് എന്റെ ക്ലീറ്റോ മച്ചമ്പി. അഭിവാദ്യങ്ങൾ അഭിവാദ്യങ്ങൾ. മാലയിടട്ടെ. മാലയല്ലടാ, ഇതെന്റെ കഴുത്തിൽ കുരുക്കാണ്. ചതിച്ചു കളഞ്ഞടാ. ചതി എന്നോടല്ലേ കാണിച്ച പണിക്ക് പോയി എന്നെ വിളിച്ചോടെ പട്ടിണിക്ക്. എന്തായാലും ക്ലീറ്റോ പട്ടിണി കിടക്കുന്ന എനിക്കൊന്ന് കാണണം. രാത്രിയിൽ നിങ്ങളിവിടെ കാവലുണ്ടായിരിക്കണം. ആരെങ്കിലും ആഹാരം കൊണ്ട് കൊടുക്കുകയോ എന്തുവാണെന്ന് വെച്ചാൽ അപ്പൊ വീഡിയോ എടുത്തോണം. വീഡിയോ നിങ്ങൾ എടുക്കണ്ട, ചാനലുകാരെ വിളിച്ചോ. ഒരു യഥാർത്ഥ കരകളഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ നിരാഹാര സത്യാഗ്രഹം എന്താണെന്ന് ക്ലീറ്റോ മച്ചമ്പി കാണിച്ചു കൊടുക്കും. അല്ലേ മച്ചമ്പി? ക്ലീറ്റോ